എല്ലാവർക്കും ITL World Junior Idol Season 2 സെമി ഫൈനൽ സ്റ്റേജിലേക്ക് സ്വാഗതം. ITL World Junior Idol Season 2. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നത് നമ്മുടെ സെമി ഫൈനൽസിന് മുമ്പാകെ നടന്ന എലിമിനേഷൻ ആയിരുന്നു. ഈ എലിമിനേഷൻ പൂർത്തിയായപ്പോൾ we have the top 9 contestants who are going to compete for the title of ITL World Junior Idol Season 2. ITL World Junior Idol Season 2. നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ബിഗിൻ ചെയ്യാം. അതിനു മുമ്പായി ലെറ്റ്സ് വെൽക്കം ദ സ്ട്രോങ് ജഡ്ജിംഗ് പാനൽ ഓഫ് ITL World Junior Idol Season 2. I would like to welcome Bijay Bal, Rimi Tommy and Anup Shankar. ITL World Junior Idol Season 2 സെമി ഫൈനൽ സ്റ്റേജ് ആണിത്. നമ്മുടെ കണ്ടസ്റ്റൻസ് ഈ സെമി ഫൈനൽ സ്റ്റേജിൽ 5 വ്യത്യസ്തങ്ങളായ റൗണ്ടിലാണ് കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ റൗണ്ടുകൾ ഇവയൊക്കെയാണ്. വൺ ഈസ് സെമി ക്ലാസിക്കൽ റൗണ്ട്, another one is folk based song round, other one is duet with junior idols, another one is melody with piano round, and the last one is Malayalatine Snehapurvam round. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായി നമ്മുടെ അനൂപേട്ടനിൽ നിന്ന് അറിയാം. അനൂപേട്ട, നമസ്കാരം മേഘ്ന. ജൂനിയർ ഐഡൽ സീസൺ 2 സെമി ഫൈനൽ സ്റ്റേജിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 9 മത്സരാർത്ഥികളാണ് ഇവിടെ ഈ സ്റ്റേജിൽ മാറ്റുരയ്ക്കുന്നത്. മേഘ്ന പറഞ്ഞ പോലെ 5 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൗണ്ട്സ് ആണ് അവർക്ക് പ്രാവശ്യം കോമ്പീറ്റ് ചെയ്യാനായിട്ട്. ആദ്യത്തെ സെമി ക്ലാസിക്കൽ റൗണ്ട് അവർക്ക് ചലഞ്ചിങ് ആണെന്ന് തോന്നുന്ന ഒരു സോങ് അവർക്ക് ഇവിടെ പ്രസന്റ് ചെയ്യാം. രണ്ടാമത്തത് ഡുവറ്റ് വിത്ത് ജൂനിയർ ഐഡൽ സീസൺ 1 വിന്നേഴ്സ്, അതായത് കഴിഞ്ഞ സ്റ്റേജിൽ 1, 2, 3 സ്ഥാനം നേടിയ വർഷ, സജ്ന, അനാമിക എന്നിവരോടൊപ്പമാണ് നമ്മുടെ ഈ മത്സരാർത്ഥികൾ ഡുവറ്റ് സോങ് പാടുന്നത്. മൂന്നാമത്തെ ഒരു റൗണ്ട് മെലഡി വിത്ത് പിയാനോ, നല്ല മെലോഡിയസ് ആയിട്ടുള്ള സോങ്സ് നമ്മുടെ പ്രിയപ്പെട്ട റാൽഫിനോടൊപ്പം അവർ പിയാനോയിൽ പ്രസന്റ് ചെയ്യുന്നു. അടുത്ത റൗണ്ട് ഫോക്ക് ബേസ്ഡ് സോങ്സ് റൗണ്ട് ആണ്. നാടൻ പാട്ടുകളുടെ ഫ്ലേവറുള്ള സോങ്സ് അവരിവിടെ പ്രസന്റ് ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, മലയാളത്തിന് സ്നേഹപൂർവ്വം എന്ന റൗണ്ടിൽ കേരളത്തിൽ വന്ന് നമുക്ക് നല്ല ഗാനങ്ങൾ സമ്മാനിച്ച അന്യനാട്ടിലെ സംഗീത സംവിധായകർ അവരുടെ ഓർമ്മ പുതുക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ആ വലിയ കോൺട്രിബ്യൂഷൻസിന് മുമ്പിൽ നമ്മൾ നമിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ റൗണ്ട്. ഈ റൗണ്ടിലും നമുക്ക് റാൽഫിനും ഒപ്പം നമ്മുടെ സ്വന്തം രാജേഷും ഉണ്ടാവും പുല്ലാങ്കുഴലിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട്. സോ 5 നല്ല റൗണ്ട്സ്, നല്ല പാട്ടുകൾ നമുക്ക് ഈ സ്റ്റേജിൽ, ഈ സെമി ഫൈനൽ സ്റ്റേജിൽ കേൾക്കാം. ആൻഡ് ആസ് വി ഓൾ സേ, ലെറ്റ് ദ ഡിസേർവിംഗ് വിൻ എന്ന് മാത്രം നമുക്ക് പറയാം. അത് മാത്രമല്ല, ഫൈനലിൽ എത്തുന്ന മത്സരാർത്ഥികളെ കാത്ത് വലിയ ഒരു ഗുഡ് ന്യൂസ് ഇരിക്കുന്നുണ്ട്. അത് ബിജി ചേട്ടൻ പറയും. നമസ്കാരം. ഞാൻ ഈ അടുത്ത് ചെയ്യുന്ന സിനിമകളിൽ ഒന്ന്, അതിൻ്റെ പേര് ഐസക് ന്യൂട്ടൺ സൺ ഓഫ് ഫിലിപ്പോസ് എന്നാണ്. അത് ഡയറക്റ്റ് ചെയ്യുന്നത് മിസ്റ്റർ ബോസ് എന്ന് പറയുന്ന ഡയറക്ടറാണ്. വളരെ സീനിയർ ആയിട്ടുള്ള ഒരു അസോസിയേറ്റ് ഡയറക്ടറാണ്. അദ്ദേഹം ആദ്യമായിട്ട് ചെയ്യുന്നൊരു സിനിമയാണ്. അതിൽ ഒരു കുട്ടികളുടെ ഒരുപാട് പ്രാധാന്യമുള്ളൊരു പാട്ടുണ്ട്. അത് നമ്മളുടെ ബെസ്റ്റ് 5 അത് പാടും എന്ന് ഞാനിവിടെ പറയാം. താങ്ക് യു ചേട്ടാ. താങ്ക് യു പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ ഫാമിലി മെമ്പറാണ്. ബട്ട് സ്റ്റിൽ കുട്ടികൾക്ക് അവരുടെ കരിയർ തുടങ്ങുന്നത് ഐശ്വര്യമായിട്ട് പി ചേട്ടൻ്റെ പാട്ടിലൂടെ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ ദി ഫൈനലിസ്റ്റ് ഓഫ് ജൂനിയർ ഐഡൽ സീസൺ 2. ബട്ട് നെവർ മൈൻഡ്, ബാക്കി 4 പേരും മോശക്കാരെന്നല്ല, അവരെയും കാത്ത് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. എല്ലാം നമുക്ക് വഴിയെ പറയാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ഇനി നമുക്ക് കോമ്പറ്റീഷനിലേക്ക് പോകാം. നമ്മുടെ സെമി ഫൈനൽ സ്റ്റേജിലെ ഫസ്റ്റ് പെർഫോമറെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സെമി ക്ലാസിക്കൽ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ ഈ വേദിയിലേക്ക് നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം ശരത്. ശരത്, കൺഗ്രാറ്റുലേഷൻസ്, സെമി ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ് അല്ലെ ശരത്? സന്തോഷം. ശരത് പ്രതീക്ഷിച്ചിരുന്നോ സെമി ഫൈനൽസിൽ? ഇനി ഫൈനൽസ് വരുന്നുണ്ട്, എന്നാലും പ്രതീക്ഷിച്ചിരുന്നു. പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഫലം കിട്ടിയെന്ന് തോന്നുന്നു. ഓക്കെ ശരത്, അപ്പം ഇന്ന് മോൻ പാടാൻ പോകുന്നത് സെമി ക്ലാസിക്കൽ റൗണ്ട്. ഏത് സോങ് ആണ് പാടാൻ പോകുന്നത്? ഞാൻ ജഗദേക വീറുണി കഥ എന്ന തെലുങ്ക് സിനിമയിലെ ഘണ്ടശാല എന്ന
ഘണ്ടശാല സാർ പാടിയ ശിവശങ്കരി. വളരെ ചാലഞ്ചിങ് ആയ ഒരു സോങ് ആണല്ലേ ശരത്? അപ്പൊ നന്നായിട്ട് പാടുക. ഓൾ ദി ബെസ്റ്റ് ശരത്. താങ്ക്സ്. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്.